മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ. കേസ് വന്നാൽ ജയിക്കൂല, പരാജയപ്പെടുത്തും. 10 വർഷം കോൺഗ്രസിനെ കൊണ്ടുവരുന്ന ആള് വി ഡി സതീശനാണ്. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരണം തന്നെ ആഗ്രഹിക്കുന്നത്. വടംവലി നടക്കുന്നുണ്ട്. വീടി അല്ലെങ്കിൽ വേറെ ആരാ ഉള്ളിലുള്ളത്? വീടി അല്ലെങ്കിൽ ഇപ്പൊ ഈ 10 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ, അയാള് അവിടുന്ന് കൊണ്ടുവന്നല്ലേ, അയാൾ തന്നെയാണ് നമുക്ക് ആഗ്രഹം. അയാളല്ലാതെ വേറൊരാളെ നമ്മൾ അതിന്റെ സ്ഥാനത്ത് കാണുന്നില്ല. പിന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കണ എങ്ങനെയല്ലേ ഇതാവട്ടെ. പിന്നെ കോൺഗ്രസിൽ എപ്പോഴും വടംവലി അല്ലേ. അങ്ങനെ നടക്കും. അല്ല, വോട്ടർ എന്നുള്ള നിലക്ക് അവരുടെ എല്ലാ വർഷമുള്ള ഈ വടംവലി നമുക്ക് എല്ലാവർക്കും വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. പറയുന്നത് വോട്ടർമാരുടെ ഒരു വികാരം കൂടെ കണക്കെടുക്കണം. അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് കണക്കിലെടുക്കണം. അപ്പോഴേ അതിന് ഒരു ഫലം കാണും, അല്ലാതെ ഫലം കാണൂലല്ലോ. അതേപോലെ കേസിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ഇലക്ഷൻ വരുമല്ലോ, അങ്ങനെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ജയിക്കുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജയിക്കും എന്ന് ഇപ്പോഴത്തെ ഈ ഒരു തരംഗം വെച്ച്. അതെ, അപ്പൊ ജയിക്കാൻ എന്താ വെച്ചാൽ എല്ലാവരും ഒരു വി ഡി സതീശന്റെ ഒരു ഫാൻ കാണുന്നുണ്ട്. അതെ, മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ. ഇല്ല, പുള്ളിക്ക് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇതാവില്ല, ശരിയല്ല. വി ഡി സതീശനാണ് നമ്മുടെ ലീഡറായ മുഖ്യമന്ത്രി ആവണം. ഇതിപ്പോ കൊടുക്കാണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരുമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജയിക്കുന്നുണ്ടോ? ഇല്ല, കേസ് വന്നാൽ ജയിക്കൂല, പരാജയപ്പെടുത്തും. ജനങ്ങൾക്ക് അറിയാം. ജനങ്ങൾക്കറിയാം. ജനങ്ങള് 10 വർഷം കോൺഗ്രസിനെ കൊണ്ടുവരുന്ന ആള് വി ഡി സതീശനാണ്. പുള്ളി എന്റെ മന്ത്രി ആവട്ടെ അല്ലേ? വി ഡി സതീശനെ മുഖ്യമന്ത്രി. വോട്ടറുള്ള രീതിയിൽ ഈ വടംവലി ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? മോശമാണ്, അത് ശരിയല്ല. അത് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആവുള്ളൂ. സതീശനെ പൊതുവികാരം. പുള്ളി ആയില്ലെങ്കിൽ പിന്നെ മറ്റൊരു രണ്ടാളല്ലേ ഇപ്പൊ ആരായാലും പ്രശ്നമില്ല. പക്ഷെ ജനങ്ങളുടെ ഒരു പൊതുവായൊരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയാണ്. മൊത്തത്തില് എല്ലാവർക്കും സതീശൻ വരണം എന്നുള്ളതാണ് തോന്നുന്നത്. അതേപോലെ കോൺഗ്രസിലെ രാഷ്ട്രീയത്തെ പറ്റി എനിക്ക് അറിയില്ല, ഞാൻ ചോദിക്കുന്നത് അല്ല. അതേപോലെ ഈ കോൺഗ്രസിന്റെ വടംവലി കാണുന്ന സമയത്ത് ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഈ വടംവലി കാണുന്ന സമയത്ത്, സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് അറിയാനൊന്നുമില്ല. ഭരണം ഇടക്കൊക്കെ മാറുന്നത് അതൊക്കെ നല്ല തന്നെയല്ലേ. ആര് വരച്ചാൽ പെൻഷൻ കിട്ടും, അത്രേ ഉള്ളൂ. പെൻഷൻ പ്രായമായോ? ഇല്ലല്ല, അതിനൊരു 5-6 കൊല്ലം കൂടി കഴിച്ചാണ്. അവ ചെറുപ്പക്കാരനാണ്. അപ്പൊ ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിന്റെ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു അഭിപ്രായം, ആരായാലും കുഴപ്പമില്ല. നല്ലൊരു പരിശ്രമം മതി അല്ലേ? അതെ, വേറെ ഒന്നുമില്ല. റേഷൻ കിട്ടണം, പെൻഷനും കിട്ടണം. അതെ, ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് പറഞ്ഞാല്, നമ്മൾ ഓട്ടോറിക്ഷക്കാര് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷേമനിധിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ടാക്സ് അടക്കണമെങ്കിൽ ക്ഷേമനിധി വേണമെന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ക്ഷേമനിധി നമുക്ക് ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നല്ല ക്ഷേമനിധിയിൽ 555 കോടിൻ്റെ മുകളിലാണ് നമുക്കത് പോയത്. എവിടെ പോയെന്നുള്ളത് നമുക്കറിയില്ല. അതിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഴിമതി നടത്തിയെങ്കിൽ അവർ പിടിക്കപ്പെടും. അപ്പോൾ എന്തായാലും ക്ഷേമനിധി നമുക്ക് അത്യാവശ്യമാണ്. എന്തായാലും ജനങ്ങളെ വീണ രീതിയിലാവത്. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് വേണം നമ്മൾ കുടുംബം കഴിയാൻ. 30 റുപ്യ കിട്ടിയിട്ട് വേണം. ഓട്ടോറിക്ഷ ചാർജ് ഒരിക്കലും കൂടുന്നില്ല. നമ്മളെ തരം താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് ഗവൺമെൻറ്. അതിന് ഒരു പരിഹാരം നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ മന്ത്രിയായിട്ട് ആര് വരാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മന്ത്രിയാവണം. നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് അങ്ങനെ തരം താഴ്ത്താൻ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റാൻ പറ്റില്ല. അങ്ങനത്തെ ഓരോ നമ്മളെ തരം താഴ്ത്തി കൊടുക്കും പല രീതിയിലും. അപ്പോൾ ഇതിനൊരു മാറ്റം അനിവാര്യമായിട്ട് ഈ സർക്കാർ കൊണ്ടുവരണം. അതെ, തീർച്ചയായും. നമ്മൾ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ 30 റുപ്യാണ് മിനിമം ചാർജ്. ഈ 30 റുപ്യ കൂടിയിട്ടാണ് നമ്മൾ കുടുംബം കഴിയാൻ. ഇവിടെ നമ്മളെ ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നമ്മളെ ഈ ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് ഉന്തിയാണ്ട് വന്നിട്ടാണ് 30 റുപ്യ നമുക്ക് പോക്കറ്റ് കയറ്റി നമ്മൾ.
രാവിലെ വേറെ പണിക്ക് പോയിട്ട് വേറെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ നമുക്ക് നിയമം ബാഡ്ജിൻ്റെ ആ കാര്യത്തിൽ 4 ഏക്കർ ഓടിക്കണവന് 3 വീലറിൻ്റെ ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള നിയമം വന്നതോട് കൂടിയിട്ട് സകല ആൾക്കാരും ഓട്ടോറിക്ഷ എടുത്ത് ഇറക്കിയാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അത് ഭയങ്കര ക്ഷീണം വരുത്തിയിട്ടുണ്ട്.